വെൽക്കം ടു ടെക് കേക്ക് ബൂട്ട് ക്യാമ്പ്. നമ്മൾ ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ലിനക്സും AWS ആണ്. അതായത് ലിനക്സിൻ്റെയും AWSൻ്റെയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബൂട്ട് ക്യാമ്പിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതായത് ലിനക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു IT സെക്ടറിൽ ഈ ലിനക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ക്ലൗഡ് സർവീസ് ആയിട്ടുള്ള AWS യൂസ് ചെയ്തിട്ട് നമുക്കൊരു സെർവറിനെ എങ്ങനെ ലോഞ്ച് ചെയ്യാം, ഒരു സെർവറിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ S3 EC2 പോലുള്ള സർവീസസ് AWS സർവീസസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു വെബ്സൈറ്റിനെ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു ബൂട്ട് ക്യാമ്പിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ പ്രൊഫൈല്. ഞാനാണ് നിങ്ങളുടെ ട്രെയിനർ. എൻ്റെ പേര് അമിത. ഞാൻ റെഡ് ഹാറ്റ് സർട്ടിഫൈഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. പിന്നെ ഇതാണ് ജോബിൻ ജോസഫ് സാറാണ് നമ്മുടെ ടെക് കേക്കിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് നമ്മുടെ രണ്ട് ലീഡ് മെന്റേഴ്സ്. ഒന്ന് നിഷാന്ത് സാറും മറ്റൊന്ന് പ്രജിത് സാറും ആണ്. ഇവർ മൂന്ന് പേരും കൂടെ ആണ് നമ്മുടെ ഈ ഒരു ഡെവോപ്സിന്റെ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ലിനക്സിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ലിനക്സ്? ഓക്കെ, എന്താണ് ലിനക്സ്? അതേപോലെ തന്നെ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവോപ്സിലും ക്ലൗഡിലും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ലിനക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്താണ് ലിനക്സ്. ലിനക്സ് എന്ന് പറയുന്നത് 1991 ലിനക്സ് ടോൾവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ലിനക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇത് ഓപ്പൺ സോഴ്സ് ആണ്, അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഇതിന് കുറെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇത് സെക്യൂർ ആണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ആണ്, ഇതിന് ഹൈ പെർഫോമൻസ് ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെർവേഴ്സിലും ക്ലൗഡിലും എംബഡഡ് സിസ്റ്റത്തിലും നമ്മുടെ മൊബൈൽ ആൻഡ്രോയിഡ് മൊബൈൽസിലൊക്കെ ഇത് പോപ്പുലർ ആയിട്ടുള്ളതാണ് ലിനക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? നമ്മുടെ ഡെവോപ്സിലും ക്ലൗഡിലും ലിനക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് ലിനക്സിന്റെ അകത്ത് നാറ്റീവ്ലി റൺ ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. ഡോക്കർ, ജെങ്കിൻസ്, ആൻസിബിൾ, ക്യൂബർനെറ്റിസ് പോലുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് നമ്മൾ ഡെവോപ്സിലും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്ലൗഡിൽ എന്താണ് ലിനക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൗഡ് സർവീസസ് ആയിട്ടുള്ള AWS, Azure, GCP പോലുള്ള സർവീസസിന്റെ ഒക്കെ ഒരു ബാക്ക് ബോൺ ആയിട്ടാണ് ലിനക്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത് ഓട്ടോമേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കണ്ടെയ്നറൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റും അതേപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ളതാണ്. സ്കേലബിൾ ഡിപ്ലോയ്മെന്റ് ലൈറ്റ് വെയിറ്റ് ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഫിഷ്യന്റും ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ലിനക്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനക്സ് ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞു. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോഡ് ഫ്രീലി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്കത് മോഡിഫൈ ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെർവർ ഡിപ്ലോയ് ചെയ്യുമ്പോഴേ അതിന് നമുക്ക് പ്രത്യേകിച്ച് ഫീയും കാര്യങ്ങളൊന്നും വരുന്നില്ല. നോ ലൈസൻസിങ് ഫീ ആണ് വരുന്നത്. അതായത് ഫ്രീ ആണ്, ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് കസ്റ്റമൈസബിൾ ആണ്, സെക്യൂർ ആണ്, സ്ട്രോങ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട് ലിനക്സിന്. അതോടൊപ്പം തന്നെ ഇത് ലിനക്സിൻ്റെ അകത്ത് അപ്പാഷെ അതേപോലെ തന്നെ എൻജിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സെർവേഴ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലിനക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിനക്സിന് മൾട്ടിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഉബുണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉബുണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിബൈൻ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉബുണ്ടു എന്ന് പറയുന്നത്. യൂസർ ഫ്രണ്ട്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇത് ഡെസ്ക്ടോപ്സിലാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, ഉബുണ്ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യുന്ന പാക്കേജ് എന്ന് പറയുന്നത് APT പാക്കേജ് മാനേജർ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. .deb പാക്കേജ് ഫോർമാറ്റ് ആണ് ഉബുണ്ടുവിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഡിബൈൻ ബേസ്ഡ് പാക്കേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റെൽ ആണ്. റെൽ എന്ന് പറഞ്ഞാൽ റെഡ് ഹാറ്റ് എന്റർപ്രൈസ് ലിനക്സ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷൻ എൻവയോൺമെന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് റെഡ് ഹാറ്റ് എന്റർപ്രൈസ് ലിനക്സ് വർക്ക് ചെയ്യുന്നത്.
ദെൻ ഇതില് എന്താ അൽമ ലിനക്സ് റോക്കി എന്ന് പറയുന്നത് റെഡ് ഹാറ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ള റെഡ് ഹാറ്റ് നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് അൽമ ലിനക്സ് റോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സെന്റോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അൽമ ലിനക്സും റോക്കിയും ഇന്ന് വന്നിട്ടുള്ളത്. കാരണം സെന്റോസ് എന്ന് പറയുന്നത് മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അതും റെഡ് ഹാറ്റ് തന്നെ ഡിറൈവ് ചെയ്തെടുത്തതാണ്. ഇപ്പം സെന്റോസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് അതിന്റെ പാക്കേജസ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബൾക്ക് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പെർഫോമൻസിനെ അത് എഫക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ സെന്റോസ് ഇപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിന് സെന്റോസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് റെല്ല് അൽമ ലിനക്സും റോക്കിയും ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തതാണ് ആമസോൺ ലിനക്സ്. ആമസോൺ ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AWS സർവീസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആമസോൺ ലിനക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്തത് ഫെഡോറയാണ്. ഫെഡോറയും റെഡ് ഹാറ്റിനെ സ്പോൺസർ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫെഡോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആർക്ക് ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആർക്ക് ലിനക്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് ടെർമിനൽ ആൻഡ് നാവിഗേഷൻ ആണ്. അതിൽ നമ്മളിപ്പം ഒരു വിൻഡോസ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വിൻഡോസ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഗ്രാഫിക്കലി ചെയ്യാൻ പറ്റും. വിൻഡോസിൽ ബട്ടൺസ് ഉണ്ട്, ഐക്കൺസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ലിനക്സിന്റെ കേസിൽ വരികയാണെങ്കിൽ ലിനക്സിൽ നമ്മൾ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ടെക്സ്റ്റ് ബേസ്ഡ് ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. അല്ലാതെ വിൻഡോസിൽ യൂസ് ചെയ്യുന്നത് പോലെ ബട്ടൺസോ ഐക്കൺസോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ ലിനക്സിൽ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബേസ്ഡ് ഇന്ററാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. പിന്നെ ഇത് GUIനെ അതായത് GUIനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ കൺട്രോൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ ഇത് ഓട്ടോമേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ റിമോട്ട് സെർവർ മാനേജ്മെന്റും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് നമ്മുടെ ഫയൽ സിസ്റ്റം സ്ട്രക്ചേഴ്സ് ആണ്. അതായത് നമ്മൾ വളരെ കുറെ ഫയൽ സിസ്റ്റംസ് ഉണ്ട്. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫയൽ സിസ്റ്റംസ് ആണിത്. സ്ലാഷ് എന്ന് പറയുന്നത് റൂട്ട് ഡയറക്ടറി ആണ്. റൂട്ട് ഡയറക്ടറിൻ്റെ അകത്താണ് നമ്മുടെ ഫയൽസും ഫോൾഡേഴ്സും എല്ലാ ഫയൽസിന്റെയും ഫോൾഡേഴ്സിന്റെയും ബേസ് സ്റ്റോർ ചെയ്യുന്നത് റൂട്ട് ഡയറക്ടറിയിലാണ്. പിന്നെ ഉള്ളതാണ് ഹോം ഡയറക്ടറി. ഹോം ഡയറക്ടറിൻ്റെ അകത്താണ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, അതായത് അതൊരു യൂസർ ഡയറക്ടറി ആണ്. അതായത് യൂസേഴ്സിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഹോം ഡയറക്ടറിയിലാണ്. പേഴ്സണൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഹോം ഡയറക്ടറിയിലാണ്. ദെൻ /var ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഇൻഫർമേഷൻസ്, ഡാറ്റാബേസ് ഇൻഫർമേഷൻസ്, മെയിൽ ഇൻഫർമേഷൻസ്, വേരിയബിൾ ഡാറ്റ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് /var ഡയറക്ടറിയിലാണ്. പിന്നെ ഉള്ളതാണ് /etc ഫയൽ സിസ്റ്റത്തിൽ കോൺഫിഗറേഷൻ ഫയൽസ്, അതേപോലെ തന്നെ സർവീസസ്, ഇതൊക്കെയാണ് /etc ഫയൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. ദെൻ /temp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ഫയൽസ് ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. /temp ഡയറക്ടറിയിൽ ടെമ്പററി ഫയൽസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഫയൽ സിസ്റ്റം, ബേസിക് ആയിട്ടുള്ള ഫയൽ സിസ്റ്റത്തിൽ വരുന്നത്.